ലൈംഗിക ചൂഷണ പരാതികളിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് അന്വേഷണ സംഘം. കേസുകളുടെ ചുമതല ഡിവൈഎസ്പിമാർക്ക് കൈമാറി. പരാതിക്കാരിൽ നിന്ന് ഇന്നും മൊഴിയെടുത്തു. നടൻ ജയസൂര്യക്കെതിരെ രണ്ടാമത്തെ കേസും രജിസ്റ്റർ ചെയ്തു. നേതൃത്വത്തോടുള്ള വിയോജിപ്പിനെ തുടർന്ന് സംവിധായകൻ ആഷിഖ് അബു ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചു. പ്രമുഖ നടന്മാർക്കെതിരായ ലൈംഗികാരോപണങ്ങളിൽ മലയാള സിനിമാ ലോകം വിറങ്ങലിച്ചു നിൽക്കുമ്പോഴാണ് പോലീസ് നടപടികൾ വേഗത്തിലാക്കിയത്. മുകേഷിനെതിരെ പരാതി നൽകിയ നടിയുടെ രഹസ്യമൊഴി പോലീസ് രേഖപ്പെടുത്തി. ഒരു മാറ്റമില്ല. അതിവേഗം സഞ്ചരിക്കുകയാണ് അന്വേഷണ സംഘം. ഇടവേള ബാബുവിനും സുധീഷിനുമെതിരെ ജൂനിയർ ആർട്ടിസ്റ്റ് നൽകിയ പരാതിയിൽ മൊഴി രേഖപ്പെടുത്തി. സംവിധായകൻ VK പ്രകാശിനെതിരെ പള്ളിത്തോട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസും പ്രത്യേക സംഘം ഏറ്റെടുത്തു. സംവിധായകൻ രഞ്ജിത്ത് അവസരം നൽകാമെന്ന് പറഞ്ഞ് ലൈംഗികമായി ഉപദ്രവിച്ചെന്ന യുവാവിന്റെ പരാതിയിലും അന്വേഷണ സംഘം നടപടികൾ ആരംഭിച്ചു. രഞ്ജിത്തിനെതിരായ പരാതി പിൻവലിക്കാൻ സമ്മർദ്ദമുണ്ടെന്ന് കോഴിക്കോട് സ്വദേശി പറഞ്ഞു. ഇതിന്റെ ഇടയ്ക്ക് 2 അൺനോൺ കോൾസ് വന്നിട്ടുണ്ടായിരുന്നു ഈ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിനും. അതുപോലെ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് ഇന്റർവ്യൂസ് കൊടുക്കുന്നത് എന്തിനാണെന്നുള്ള ഒരു രീതിയിൽ അതെങ്ങനെയെങ്കിലും ഒരു ഇതാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അവർ ചോദിച്ചത്. അപ്പോൾ ആ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുതിയ കേസുകൾക്കും കുറവില്ല. തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന തിരുവനന്തപുരത്തെ നടിയുടെ പരാതിയിൽ ജയസൂര്യക്കെതിരെ രണ്ടാമത്തെ കേസും രജിസ്റ്റർ ചെയ്തു. തിരുവനന്തപുരം കരമന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തൊടുപുഴയിലേക്ക് കൈമാറും. ഇതുവരെ സ്വീകരിച്ച നടപടികൾ ചർച്ച ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിൽ യോഗം ചേർന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഓരോ കേസിന് വേണ്ടി പ്രത്യേകമായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട കേസുകളൊക്കെ DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് അന്വേഷിക്കുന്നത്. അവരെല്ലാം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗമാണ്. അപ്പോൾ അവരെല്ലാം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഇനി മുമ്പോട്ട് പോയി ചെയ്യും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഇമ്പാക്ട് മലയാള സിനിമയിലെ സംഘടനകളെ വിട്ടൊഴിയുന്നില്ല. അമ്മയ്ക്ക് പിന്നാലെ ഫെഫ്കയിലും പൊട്ടിത്തെറി തുടങ്ങി. B ഉണ്ണികൃഷ്ണന്റെ നിലപാടിനോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ച് ആഷിഖ് അബു സംഘടനയിൽ നിന്ന് രാജിവെച്ചു. നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് രാജി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നേതൃത്വത്തിന്റേത് കുറ്റകരമായ മൗനമെന്ന് രാജിക്കത്തിൽ പറയുന്നു. 2009 മുതൽ സംഘടനയിൽ നിന്ന് നേരിട്ട പ്രതിസന്ധികളും കത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അംഗമെന്നുള്ള നിലയിൽ ഫെഫ്കയുടെ മൗനം നിരാശപ്പെടുത്തിയെന്നും ആഷിഖ് അബു വ്യക്തമാക്കി. സംഘടനകളിലെ കൂട്ടരാജി മാത്രമല്ല ചലച്ചിത്ര മേഖലയിലെ പ്രശ്നം. ഭരണതലപ്പത്തും പ്രതിസന്ധി രൂക്ഷമാണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് രാജിവെച്ച ഒഴിവിൽ ഉടൻ നിയമനം നടത്തണമെന്ന ആവശ്യം ശക്തമാണ്. ബീന പോളിനെ അക്കാദമിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരണമെന്ന് ഒരു വിഭാഗം. എന്നാൽ നീക്കത്തിനെതിരെ ചലച്ചിത്ര അക്കാദമിയിൽ നിന്നു തന്നെ എതിർപ്പുയർന്നു. സിനിമാ വികസന കോർപ്പറേഷൻ ചെയർമാനായ ഷാജി N കരുണിനെ തന്നെ അക്കാദമിയുടെയും തലപ്പത്തേക്ക് കൊണ്ടുവരാനുള്ള ചർച്ചകളും സജീവമാണ്. ആർട്ടിസ്റ്റ് സ്വയം അയാളുടെ സത്വം എന്ന് പറയുന്നത് ഞാൻ ആലോചിക്കുന്നത് അയാൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുക, അല്ലാതെ സ്വയം പ്രവർത്തിക്കുക എന്നുള്ള ഒരു പ്രവൃത്തിയല്ല. നവംബർ 24 നടത്താൻ തീരുമാനിച്ച സിനിമാ കോൺക്ലേവ് വൈകും. സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് M മുകേഷ്, B ഉണ്ണികൃഷ്ണൻ എന്നിവരെ മാറ്റണമെന്ന ആവശ്യമാണ് പ്രതിസന്ധി. സിനിമാ നയരൂപീകരണ സമിതി പുനഃസംഘടിപ്പിച്ചേക്കും. അതിനു പിന്നാലെ കോൺക്ലേവിന്റെ തീയതി തീരുമാനിക്കും. അതിനിടെ ഇടതുപക്ഷ സംഘടനയായ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃനിരയിലും സ്ത്രീകളില്ലാത്തത് ചർച്ചയാവുകയാണ്. 24 കൊച്ചി.